ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടിലേക്ക് വന്ന നിധി അവിടെ ഇരിക്കുന്ന സുധീഷിനെ കണ്ട് ചോദിക്കുന്നു, സുധീഷ് വന്നായിരുന്നു? അപ്പൊ സുധീഷ് പറയണ, നിധിയല്ലേ ഫോൺ ചെയ്ത് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നിധി പറയണ, ഞാൻ വരുന്നതിന് മുമ്പേ വന്നു, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ സുധീഷ് പറയണ, നിധി പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. ശരിയെന്ന് പറഞ്ഞ നിധി ഹോളിൽ കിടക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഇത് കണ്ട് സംശയത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ നല്ല ധൃതിയിലാണല്ലോ നിധി, എന്താ കാര്യം? അപ്പൊ നിധി പറയണ, ഈ ചെയറെല്ലാം ഒന്ന് നേരെ ഇടണേ സുധീഷ്, പെട്ടെന്നാവട്ടെ. ചെയറൊക്കെ നേരെ ഇടുന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്ര ധൃതി? അപ്പൊ നിധി പറയണ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ഗസ്റ്റോ? ആരാ? നിധിയുടെ അച്ഛനാണോ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, അല്ല, ജോലിയിൽ നിന്നും പെട്ടെന്ന് വന്നു വീടൊക്കെ വൃത്തിയാക്കുന്നു. നിധിയുടെ അച്ഛനോ അമ്മയോ ചേട്ടനോ വരികയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ നിധിയുടെ ഏട്ടത്തിയാണോ വരുന്നത്? അയ്യോ, ബാത്റൂം ക്ലീൻ ആണോ എന്ന് അറിയത്തില്ലല്ലോ, ഏട്ടത്തി വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണ, സുധീഷ്, എന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. പിന്നെ ആരാ വരുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി അടുക്കളയിലേക്ക് കയറി അടുക്കള വൃത്തിയാക്കാനായി തുടങ്ങുകയാണ്. കുറച്ച് നല്ല പാത്രങ്ങൾ വാങ്ങി വെക്കണം, ഇപ്പൊ ഇനി അതിന് സമയമില്ലല്ലോ. എന്താ സുധീഷ് നോക്കി നിൽക്കുന്നത്? സിങ്കിലുള്ള പാത്രം എല്ലാം കഴുകി വെക്കോ? ഞാനൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതെ, നമ്മൾ കഴിച്ച പാത്രങ്ങളല്ലേ, കഴുകി വെക്ക്, അതിലൊരു തെറ്റുമില്ല. സുധീഷ് മനസ്സിൽ പറയണ, പാത്രം കഴുകാനായിരുന്നു കസ്റ്റമറിനെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് വന്നേ. നിധി ചോദിക്കുന്ന, സുധീഷ് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, പെട്ടെന്ന് പാത്രം കഴുകുക. ശരിയെന്ന് പറഞ്ഞ സുധീഷ് പാത്രം കഴുകുമ്പോൾ നിധി വീണ്ടും വീണ്ടും കഴുകാനുള്ള പാത്രങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. സുധീഷ് പറയണ, നിധി പതിയിട്, ദേഷ്യമൊന്നും ആ പാത്രത്തെ കാണിക്കണ്ട, ശബ്ദം ഉണ്ടാക്കാതെ കഴുകിക്കോണം. സുധീഷ് പാത്രം പതിയെ കഴുകുമ്പോൾ നിധി ചോദിക്കുന്നു, എന്ത് ചെയ്യുകയാ? ശബ്ദം ഉണ്ടാക്കാതെ കഴുകുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അയ്യോ, പാത്രത്തിന് വേദനിക്കും, പെട്ടെന്നാവട്ടെ, സമയം പോകുന്നു. സുധീഷ് പറയണ, എത്ര പാത്ര, ഇനി ഉണ്ടാക്കുന്ന പാത്രത്തെ തന്നെ എല്ലാവരും കൂടി അങ്ങ് കഴിച്ചാൽ മതി. ഈ സമയം വീട്ടിലേക്ക് വരികയാണ് നികേഷും ഹരീഷും. നികേഷ് ഉറക്കെ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ സുധീഷ് ഉറക്കെ പറയുന്നു, ദാ വരുന്നുണ്ട് നികേഷ്, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കൈ കഴുകി സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുകയാണ്, സാർ എങ്ങോട്ടായി പോകുന്നേ? അവൻ എന്നെയല്ലേ വിളിച്ചത്? അപ്പൊ സുധീഷ് പറയണ, നിധി അവിടെ എല്ലാം തുടക്കുകയല്ലായിരുന്നോ, ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച ഞാൻ തന്നെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ നിധി പറയണ, അത് വേണ്ട, പോയി ചെന്ന് പാത്രം കഴുകുക, ഞാൻ നോക്കിക്കോളാം. കഴുകാന്ന് പറഞ്ഞ് സുധീഷ് പാത്രം കഴുകുമ്പോൾ നിധി ഹോളിലേക്ക് പോവുകയാണ്. പാത്രം അവിടെ കിട്ടുക സുധീഷ് പറയുന്നു, എന്നെ കൊണ്ട് കഴിയിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഈ സുധീഷ് എല്ലാവർക്കും പണി കൊടുക്കുന്നത്, ഈ സുധീഷിനിട്ട് പണി തരുന്നു. ഹോളിലേക്ക് വന്ന നിധിയോട് നികേഷ് ചോദിക്കുന്നു, എന്താ ഏട്ടത്തി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞേ? അപ്പൊ നിധി പറയണ, നിന്റെ ക്ലാസ് ഒന്നും മിസ്സായില്ലല്ലോ, കോളേജ് കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ നിന്നെ വിളിച്ചേ? അപ്പൊ നികേഷ് പറയണ, അതേ ഏട്ടത്തി, ലാസ്റ്റ് പീരീഡ് കഴിയുന്ന സമയത്ത് ഏട്ടത്തി വിളിച്ചേ, ഹരീഷ് ഏട്ടൻ വന്ന് എന്നെ കൊണ്ടുവരികയായിരുന്നു. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുന്നു? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടനെ കാണാൻ പെണ്ണിന്റെ വീട്ടിൽ നിന്നും വരുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, നിങ്ങളെല്ലാവരും എന്താ എന്നെ നോക്കുന്നത്? നിധി എന്നെ കാണാനാണോ വരുന്നേ? അപ്പൊ നിധി പറയണ, സുധീഷിനെയാണെന്ന് ആരാ പറഞ്ഞത്? സുഭാഷ് എന്നെ കാണാൻ വരുന്നേ, ഏട്ടത്തി ഏർപ്പാടാക്കിയതാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതാ ട്വിസ്റ്റ്, ഇതെല്ലാം സുഭാഷ് ഏട്ടൻ തന്നെ ഏർപ്പാടാക്കിയതാ. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനോ? അപ്പൊ നിധി പറയണ, അതെ സുധീഷ്, സുഭാഷ് ഏട്ടൻ തന്നെയാണ് ബ്രോക്കറെ കണ്ട് സംസാരിച്ച് ഇതെല്ലാം ഏർപ്പാടാക്കിയത്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ നിധി പറയണ, ഇതിനേക്കാളും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. സുഭാഷ് ഏട്ടൻ ആ പെണ്ണിനെ തനിച്ച് മീറ്റ് ചെയ്ത് സംസാരിച്ച് ആ പെൺകുട്ടിയോട് ഓക്കെയും പറഞ്ഞു. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷിന് വല്ലതും അറിയാമോ? എനിക്കൊന്നും അറിയത്തില്ല എന്ന് സുധീഷ് പറയുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി ആ പെണ്ണിനോട് സംസാരിച്ച് സുഭാഷൻ ഓക്കെ പറഞ്ഞു, ഇതൊക്കെ എപ്പോ നടന്നു? അപ്പൊ നിധി പറയണ, ഇതൊക്കെ എപ്പോഴോ നടന്നു, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നികേഷ് പറയണ, നമ്മളെല്ലാവരും കൂടെ പോയാൽ വർക്കൗട്ട് ആകത്തില്ലെന്ന് കരുതി സുഭാഷ് ഏട്ടൻ തന്നെ ഇതെല്ലാം ചെയ്തതാണോ? അപ്പൊ നിധി പറയണ, അതല്ലടാ, ഓരോ തവണയും നമ്മൾ എല്ലാവരും പോയി കണ്ട് നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല, എല്ലാവർക്കും അത് വിഷമമുള്ള കാര്യമല്ലായിരുന്നു. ഇത്തവണ സുഭാഷ് ഏട്ടൻ തന്നെ കണ്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ച എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളോട് പറയാമെന്ന് വിചാരിച്ചു. സുഭാഷ് ഏട്ടന് പെണ്ണ് ഓക്കെയാ, കുറച്ചു നേരത്തിനുള്ളിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്നും കാണാൻ വരും. അപ്പൊ ഹരീഷ് പറയണ, ആരോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, രാവിലെ പോലും സുഭാഷ് ഏട്ടൻ സംസാരിച്ചത്, അപ്പൊ പോലും പറഞ്ഞില്ലല്ലോ. നിധി പറയണ, സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഹരീഷ്, നമ്മളെ ആരെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാണ് സുഭാഷ് ഏട്ടൻ തന്നെ പെണ്ണിനെ കണ്ട് സംസാരിച്ച് എല്ലാം ഓക്കെ പറഞ്ഞത്. എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് സുഭാഷ് ഏട്ടൻ അറിയില്ല, രാവിലെ എന്റെ ഓഫീസിലേക്ക് വന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതാ നിങ്ങളോട് എല്ലാവരോടും പെട്ടെന്ന് വരാൻ പറഞ്ഞത്. സമയം കളയാതെ എല്ലാവരും വീട് വൃത്തിയാക്കുക. സുധീഷ് ചോദിക്കുന്നു, നിധി ശരിക്കും ഇതെല്ലാം സുഭാഷ് ഏട്ടൻ വന്ന് പറഞ്ഞതാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹരീഷ് പറയണ, അതാ എനിക്ക് മനസ്സിലാവാത്തെ, പെണ്ണ് കാണാൻ വിളിച്ചാലേ എന്താ ഏതാ അങ്ങനെ 1000 ചോദ്യങ്ങൾ ചോദിക്കും, ഇപ്പൊ എങ്ങനെ അങ്ങനെയുള്ള ഒരാള് കല്യാണത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ
ചെയ്യുന്നത്? അപ്പൊ നിധി പറയണേ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയണ്ട. കല്യാണത്തിന് സുഭാഷേട്ടൻ തയ്യാറാ. അത് നല്ല കാര്യമല്ലേ? ഇതിനല്ലേ എല്ലാവരും ആഗ്രഹിച്ചു. പിന്നെന്താ പ്രശ്നം? സുധീഷ് പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരുമോ? നല്ല കട നോക്കി വാങ്ങണേ. ഹരീഷ് ചോദിക്കുന്ന, പെണ്ണ് ആരാ, എന്താ, എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നിധി പറയണ, അറിയില്ല ഹരീഷ്, എന്നോടൊന്നും പറഞ്ഞില്ല. അതിനെ കുറിച്ച് ഞാനും ചോദിച്ചില്ല. വീട്ടിലേക്ക് വരുമ്പം ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഹരീഷ് പറയണ, പെണ്ണിന്റെ വീട് എവിടാ, കുടുംബം എവിടാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ വേണമെങ്കിൽ ആ ബ്രോക്കറെ വിളിച്ച് ചോദിക്കാം. അപ്പൊ നിധി പറയണ, സുധീഷ് കുറച്ചു നേരത്തിനുള്ളിൽ സുഭാഷേട്ടൻ തന്നെ വീട്ടിലേക്ക് വരുമല്ലോ, സുഭാഷേട്ടനോട് തന്നെ ചോദിക്കാം. സുധീഷ് കടയിൽ പോയിട്ട് വാ, സ്നാക്സ് ഒക്കെ വാങ്ങിക്കും. പിന്നെ ഒരു 3-4 പാൽ പാക്കറ്റും കൂടെ ഓടിച്ചോ. കോഫി പൗഡറും ഷുഗറും റൂം ഫ്രഷ്നറും ഒക്കെ മേടിച്ചേക്കണേ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്റെ ചെലവ് കൂട്ടുകയാണല്ലോ. ഹരീഷ് നീ പോയിട്ട് വാടാ. അപ്പൊ നിധി ചോദിക്കാണ്, സുധീഷ് പോയാലെന്താ? അപ്പൊ സുധീഷ് പറയണ, അതല്ല നിധി, ഹരീഷ് ആകുമ്പോൾ എന്നെ കണ്ട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇത് കേട്ട് തലയാട്ടി ഹരീഷ് പറയണ, ഞാൻ തന്നെ പൊയ്ക്കോളാം. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി കാശ് ചിലവാകുന്ന കാര്യമല്ലേ, അതുകൊണ്ടാ സുധീഷേട്ടൻ ഒഴിഞ്ഞു മാറിയ. നിന്നോട് ചോദിച്ചായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി ഞാൻ പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാം. അപ്പൊ നിധി പറയുന്നു, അപ്പൊ സുധീഷ് പോയി ബാക്കി പാത്രം കൂടി കഴുകും. അവര് വരുമ്പോൾ വീടൊക്കെ നീറ്റ് ആയിരിക്കണം, കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടിരിക്കണ്ടേ. സുധീഷ് ചോദിക്കുന്നു, നിധി വരുന്നവരൊക്കെ സിംഗിളിരുന്നാണോ കല്യാണാലോചന നടത്തുന്നത്? ഹോളിലല്ലേ ഇരിക്കാൻ പോകുന്നത്, ഇവിടെ നീറ്റായി കിടന്നാ പോരെ? അപ്പൊ നിധി പറയണ, വിവാഹം ആലോചിച്ച് വരുന്നവരെ ഹോളിൽ മാത്രമല്ല ഇരിക്കുക, വീടൊക്കെ ചുറ്റി നടന്നു കാണും. അപ്പൊ കിച്ചൺ മോശമായിട്ട് കിടന്നാൽ കുഴപ്പമില്ലേ? അപ്പൊ സുധീഷ് പറയണ, സാരമില്ല, ഇത്രയൊക്കെ വൃത്തി മതി നിധി. അപ്പൊ നിധി പറയണ, ശരി ഞാൻ പാത്രം കഴുകി വെക്കാം. സുധീഷ് ഹോളൊക്കെ വൃത്തിയാക്കിയിട. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, ഹായ് ഗായത്രി, എന്റെ ഗായു, എന്റെ ബെസ്റ്റ് ഓഫ് പ്രാവ്. അവളെ ഞാൻ സ്നേഹത്തോടു കൂടി ഗായു എന്നാ വിളിക്കുന്നത്. അവളാ വിളിക്കുന്നേ. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. നിധി ചൂരെടുത്തോണ്ട് വന്ന് തൂക്കാനായി തുടങ്ങുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഗായു സുഖമായിട്ടിരിക്കുന്നോ? എന്താ വിളിച്ചേ? അപ്പൊ ഗായത്രി പറയണ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ ചുമ്മാ വിളിച്ചതാ. അപ്പൊ സുധീഷ് പറയണ, ഞാനും ചുമ്മാതിരിക്കുക, രാവിലെ വിളിച്ചായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് വീണ്ടും വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗായത്രി ചോദിക്കുന്നു, ഒരു ദിവസം എനിക്ക് 2 തവണ വിളിക്കാൻ പാടില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഗായുന് എത്ര തവണ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഗായു കഴിച്ചോ? ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കുകയാണ് നിധി. ഗായത്രി പറയണ, ഞാൻ കഴിച്ചു. സുധീഷ് കഴിച്ചോ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല ഗായു, ജോലിയായിരുന്നു, കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. ഗായത്രി പറയണ, എന്ത് ജോലി ഉണ്ടെങ്കിലും സമയത്തിന് കഴിക്കണ്ടേ? അപ്പൊ സുധീഷ് പറയണ, അത് നിനക്കറിയാം, പക്ഷേ ഇവിടെ അറിയേണ്ടവർ അറിയുന്നില്ലല്ലോ. ഇനി ഞാൻ കൃത്യമായി ഭക്ഷണം കഴിച്ചോളാം. അപ്പൊ ഗായത്രി പറയണ, നാളെ മുതൽ ഞാൻ തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. അപ്പൊ സുധീഷ് പറയണ, ഗായു പറഞ്ഞില്ലേ, ഇനി ഞാൻ കൃത്യമായി ഭക്ഷണം കഴിച്ചോളാം. അങ്ങനെ സുധീഷ് നിധിയോട് പറയുന്നു, നിധി എന്നോട് ഗായുവിന് ഭയങ്കര സ്നേഹ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. ഗായത്രി ചോദിക്കുന്നു, വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയണ, ഈവനിങ് കാണണോന്നോ? ഇന്ന് ഈവനിങ് പറ്റില്ല ഗായു, വീട്ടില് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് നാളെ രാവിലെ സാധാരണ പോലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാം. ഇത് കേട്ട് ഗായത്രി പറയുന്നു, ഓക്കെ. ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ വോയിസ് സ്വീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, അങ്ങനെയാണോ? വോയിസ് സ്വീറ്റ് ആയിട്ടുണ്ടോ? താങ്ക് യു ഗായു. നിധി ചൂല് വലിച്ചിറങ്ങി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, നിധി സൂക്ഷിച്ച്. അപ്പൊ നിധി പറയുകയാണ്, ചുമ്മാതെ ഫോണിൽ സംസാരിച്ചു നിൽക്കാതെ ജോലി ചെയ്യാൻ നോക്ക് സുധീഷ്. ഒരു ഗായു. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുധീഷ്. ഗായത്രി ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയണ, ഗായു ഇവിടെ വല്ലാത്ത ഡിസ്റ്റർബൻസാ, ഞാൻ കുറച്ചേരം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം, ടേക്ക് കെയർ, ബൈ. അങ്ങനെ സുധീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ പാത്രങ്ങളെല്ലാം ദേഷ്യത്തോടു കൂടി കഴുകുകയാണ് നിധി. ഇത് കണ്ട് പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ദേഷ്യം വരുന്നുണ്ട്, അതാണല്ലോ വേണ്ടത്. തുടർന്ന് നിധി പറഞ്ഞു വിട്ട സാധനങ്ങളും വാങ്ങിച്ച് അവിടേക്ക് വരികയാണ് ഹരീഷ്. ഭാസ്കരൻ ചോദിക്കുന്നു, പെണ്ണിന്റെ വീട്ടുകാര് വീടിന്റെ മുറ്റത്തെത്തിയിട്ടാണോ എന്നോട് പറയുന്നേ? ഇതൊക്കെ എന്നോട് നേരത്തെ പറയണ്ടേ? സുധീഷ് ചോദിക്കുന്നു, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു? ഭാസ്കരൻ പറയുകയാണ്, എന്തെങ്കിലും ചെയ്യാം, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ നിധി പറയണ, ഞാൻ പറഞ്ഞില്ലേ, സുഭാഷേട്ടൻ ഞങ്ങളോട് പോലും ഇപ്പോഴാ പറഞ്ഞത്, അവര് വന്നതിന് ശേഷം എങ്ങനെയാ പെരുമാറേണ്ടെന്ന് അച്ഛൻ അറിയാലോ. ഭാസ്കരൻ ചോദിക്കാണ്, എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു തരുമോ, അതോ ട്രെയിനിങ് തരുമോ? അപ്പൊ നിധി പറയണ, ട്രെയിനിങ് തന്നില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കില്ലേ, ഇത്തവണ നല്ല രീതിയിൽ അച്ഛനായിട്ടിരുന്ന് അവരോട് സംസാരിച്ചോണം. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കാണ്, ഇത്രയും നാളും ഞാൻ എന്താ ഇവരുടെ ചിറ്റപ്പനായിരുന്നു? അച്ഛനായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്, അവസാന നിമിഷം നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞത്, ശരിക്കും ഞാൻ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലാത്തതാ. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, ന്യായം നോക്കിയിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ എല്ലാം ചെയ്യുന്നത്, ഒരു കുട്ടിയെ കണ്ടെത്തി ഇതെല്ലാം നടത്തി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? അത് ചെയ്യാത്തത് കൊണ്ടല്ലേ സുഭാഷേട്ടൻ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യേ? ഭാസ്കരൻ ചോദിക്കുന്നു, നിന്നാ മതിയോ, ഇരിക്കാൻ പറ്റില്ലേ? ഇത് കേട്ട് നിധി പറയണോ, ഒന്ന് നിർത്തുന്നുണ്ടോ? അവര് വരാൻ സമയമായി, അച്ഛൻ പോയി റെഡിയാകും. അപ്പൊ ഭാസ്കരൻ പറയും,
പറയണ അവരെന്താ എന്നെ കാണാനാണോ വരുന്നത്? ഞാൻ പോയി റെഡിയാകാൻ. അപ്പൊ നിധി പറയണ ദയവ് ചെയ്തൊന്ന് റെഡിയാകുക, ആവശ്യമില്ലാതെ തർക്കിക്കാതെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? പോയി റെഡിയാകുക. ഓ ഞാൻ റെഡിയായിട്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരനകത്തേക്ക് പോവുകയാണ്. ഈ സമയം ജയന്തിയുടെ വീട്ടുകാർ വരുന്നതും കാത്ത് പുറത്ത് നിൽക്കുകയാണ് സുഭാഷ്. അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അകത്തേക്ക് കയറുക, അവരിങ്ങി വരും. ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറയാതെ പെണ്ണിനെ കണ്ട് എല്ലാം ഓക്കെ പറഞ്ഞതല്ലേ സുഭാഷ് ഏട്ടൻ? പിന്നെന്താ ടെൻഷൻ? നമ്മുടെ വീട് ഇഷ്ടപ്പെടില്ല എന്നുള്ള പേടിയാണോ? അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. സുഭാഷ് ഏട്ടൻ വിഷമിക്കാതെ. ഈ സമയം സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് ബ്രോക്കർ ദാസപ്പൻ. പിന്നാലെ കാറിൽ വരികയാണ് ജയന്തിയും വീട്ടുകാരും. ഹരീഷ് ഉറക്കെ പറയുന്നു, ഏട്ടത്തെ അവര് വന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ജയന്തിയെയും വീട്ടുകാരെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് സുഭാഷും സുധീഷും. എല്ലാവരും അവിടേക്ക് ഇരിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, സ്വന്തം വീടാ, നോക്കണ്ട. ഇതാരാണെന്ന് ജയന്തിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, എന്റെ പേര് ഭാസ്കരൻ, സുഭാഷിന്റെ അച്ഛനാ. ഇവനൊന്നും പറഞ്ഞില്ലേ? അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പൊ സുഭാഷ് പറയണ, ഇതാണ് എന്റെ അച്ഛൻ ഭാസ്കരൻ, ഇത് സുധീഷ് എന്റെ അനിയൻ, ഇത് ഹരീഷ് രണ്ടാമത്തെ അനിയൻ, ഇത് ഏറ്റവും ഇളയ അനിയൻ നികേഷ്. ഇത് പുഞ്ചിരിച്ച് സുധീഷ് പറയണ, ഇത് എന്റെ ഭാര്യ നിധി. നിധി പുഞ്ചിരിച്ച് നമസ്കാരം പറയുകയാണ്. ദാസപ്പൻ പറയുന്നു, അനിയന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ജയന്തി പറയണ, അതൊക്കെ അറിയാലോ. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, ബ്രോക്കർ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. ഭാസ്കരൻ പറയണ, മോളെ എന്താ നോക്കി നിൽക്കുന്നത്? ചായയും പലഹാരങ്ങളും കൊണ്ടുപോവാ. ഇത് കിട്ടി നിധി നികേഷിനെയും കൂടി അടുക്കളയിലേക്ക് പോവുകയാണ്. സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ചായയും പലഹാരങ്ങളും കൊണ്ട് കൊടുക്കുകയാണ് നിധിയും നികേഷും. ജയന്തിയെ ചുറ്റും നോക്കുമ്പോൾ നിധി പറയാണ്, റൂമൊക്കെ കാണാൻ വരൂ. ഇത് കിട്ടി ജയന്തി നിധിയുടെ ഒപ്പം വരുന്നു. നിധി പറയുന്നു, ഇത് എന്റെ റൂമാ. നികേഷ് പതിയെ സുധീഷിനോടും ഹരീഷിനോടും പറയുന്നു, ഇവിടെ ഇരിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും, അവരെ കണ്ടാലേ അറിയാം. പക്ഷെ റൂമിലേക്ക് പോയതാരാ? അപ്പൊ ഹരീഷ് പറയണ, പെണ്ണിന്റെ ചേച്ചിയായിരിക്കും. അവിടെ ഒരു റൂമുണ്ട് വാന്ന് പറഞ്ഞ് നിധി ജയന്തിയും കൂടി ആ റൂമിലേക്ക് പോവുകയാണ്. ജയന്തി ആ റൂമിലേക്ക് നോക്കുമ്പോൾ സുധീഷ് പറയണ, അകത്ത് സാധനങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ, കല്യാണത്തിന് മുന്നേ സാധനങ്ങളെല്ലാം വാങ്ങിക്കാം. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി ജയന്തി അവരുടെ ഒപ്പം അവിടേക്ക് വന്നിരിക്കുകയാണ്. പെണ്ണിന്റെ അമ്മ പറയണ, സുഭാഷ് അല്ലേ മൂത്ത പയ്യൻ, അപ്പൊ എല്ലാ ഉത്തരവാദിത്വവും സുഭാഷിനായിരിക്കുമല്ലോ. അപ്പൊ ഹരീഷ് പറയണ, അതൊന്നും വേണ്ട, ഞങ്ങൾക്കൊക്കെ ഇപ്പം ജോലിയുണ്ട്, നികേഷ് മാത്രമാണ് പഠിക്കുന്നത്. സുഭാഷേട്ടന് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും കൊടുക്കില്ല, അവരവരുടെ ജീവിതം അവരവർ തന്നെ നോക്കിക്കോളും. സുധീഷ് പറയണ, നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ദാസപ്പൻ പറയുകയാണ്, ഇത് പെണ്ണിന്റെ അച്ഛൻ, ഇത് പെണ്ണിന്റെ അമ്മ, ഇത് പെണ്ണിന്റെ ചെറിയമ്മ. സുധീഷ് ചോദിക്കുന്നു, ഇതാരാ? പെണ്ണിന്റെ ചേച്ചിയാണോ ഏട്ടത്തിയാണോ? ജയന്തി പറയുന്നു, ഞാനാ പെണ്ണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുന്നു. മനസ്സിലായില്ലെന്ന് നിധി പറയുമ്പോൾ ജയന്തി പറയുകയാണ്, ഞാനാണ് കല്യാണ പെണ്ണ്, എന്റെ പേര് ജയന്തി. ഭാസ്കരൻ പറയുകയാണ്, ഇതെന്താ പുതുമ? പെണ്ണ് ചെറുക്കന്റെ വീട്ടിലേക്ക് വന്ന് ചെറുക്കനെ കാണുന്ന രീതിയൊന്നും ഇല്ലല്ലോ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ? അപ്പം ചെറിയമ്മ പറയുകയാണ്, ആദ്യത്തെ കല്യാണത്തിൽ എല്ലാം മുറപ്രകാരം ചെയ്തതാ, അത് നന്നായി വന്നില്ല, അതാ രണ്ടാമത്തെ കല്യാണം നടത്തുമ്പോൾ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനി ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലല്ലോ. രണ്ടാമത്തെ കല്യാണമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ വിശ്വസിക്കാനൊക്കെ നിധി ചോദിക്കാണ്, സെക്കൻഡ് മാരേജ്? ജയന്തി പറയുന്നു, അതെ എന്റെ സെക്കൻഡ് മാരേജ് ആണ്. ദാസപ്പൻ ചോദിക്കുന്നു, മേസ്തിരി വീട്ടിൽ ആരോടും പറഞ്ഞില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞാനത് പറയാം. അപ്പൊ ജയന്തി പറയണ, സാരമില്ല ഞാൻ തന്നെ പറയാം, ഇതെന്റെ സെക്കൻഡ് മാരേജാ. ഫസ്റ്റ് മാരേജ് നല്ല രീതിയിലാണ് നടന്നത്, പക്ഷെ ഞങ്ങൾ തമ്മിൽ സെറ്റ് ആകുന്നില്ലായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പൊ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചു നാളിനുള്ളിൽ ഡിവോഴ്സ് കിട്ടും. എല്ലാം ഞാൻ സുഭാഷിനെ കണ്ട സമയത്ത് ഡീറ്റെയിൽ ആയി പറഞ്ഞതാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരിക്കുന്നത് നല്ല കാര്യമല്ലേ? ഇത് കേട്ട് നിധി പറയുന്നു, സോറി സുഭാഷ് ഏട്ടൻ ഇതിനെ കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു, തെറ്റിദ്ധരിക്കല്ലേ. ഇത് കേട്ട് ജയന്തി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഡിവോഴ്സ് കിട്ടിയില്ലേ? അപ്പോൾ ജയന്തിയുടെ അച്ഛൻ പറയുകയാണ്, ഉടനെ കിട്ടും, കൂടിയ 2-3 മാസം. അപ്പൊ ജയന്തിയുടെ അമ്മ പറയുകയാണ്, ഇവളെ അവന്റെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാ, ഇനിയും ഇഷ്ടമില്ലാത്ത ജീവിതം അവളോട് ജീവിക്കാൻ ഞങ്ങൾ അങ്ങനെ പറയുക. 3 വർഷമായിട്ട് ഇവള് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇപ്പോഴാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത്. ഹരീഷ് പുതിയ പറയുന്നു, സുധീഷ് ഏട്ടാ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായെന്ന് പറയുന്നു, ഇവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് 3 വർഷമായെന്നും പറയുന്നു. എല്ലാം കൂടി ഇപ്പം 9 വർഷമായല്ലോ. സുഭാഷേട്ടനെക്കാളും പ്രായമുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, നേരത്തെ തന്നെ ഡിവോഴ്സ് മേടിക്കേണ്ടതായിരുന്നു, ആ പയ്യൻ ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി, ഇപ്പോഴാ സമ്മതിച്ചിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്. ജയന്തി പറയുന്നു, അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി, ഉടനെ ഡിവോഴ്സ് കിട്ടും. ചെറിയമ്മ പറയണ, നേരത്തെ ചെയ്ത തെറ്റ് വീണ്ടും ചെയ്യാൻ പാടില്ലല്ലോ, എന്താണെങ്കിലും നേരിൽ സംസാരിക്കാമെന്ന് കരുതിയ ജയന്തിയെ കൂട്ടിക്കൊണ്ട് വന്നത്. ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, സുഭാഷിന് മാസം എത്ര വരുമാനമുണ്ട്? ദാസപ്പൻ പറയുകയാണ്, വരുമാനമൊന്നും പറയാൻ പറ്റില്ല, പണിയുടെ അനുസരിച്ചായിരിക്കും. സുഭാഷ് നല്ലൊരു മേസ്തിരിയാ, തിരുവനന്തപുരത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടുന്നുണ്ട് സുഭാഷ്. ജയന്തിയുടെ അച്ഛനും അമ്മയും ജയന്തിയും ചെറിയമ്മയും എല്ലാം സുഭാഷിനോട് സംസാരിക്കുമ്പോൾ സുധീഷും നികേഷും ഹരീഷും ഭാസ്കരനും നിധിയും എല്ലാം വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, മോക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ ജയന്തി പറയണ, എനിക്ക് 35 വയസ്സ്. ഞെട്ടി ഭാസ്കരൻ ചോദിക്കുന്നു, 35ഓ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ അതൊക്കെ ഞങ്ങൾ സംസാരിച്ചു, എനിക്കൊരു പ്രശ്നമില്ല. ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ സുഭാഷ് എന്താ ഇങ്ങനെ പറയുന്നത്, നമുക്ക് പിന്നെ സംസാരിക്കാന്ന സുധീഷ് പറയുമ്പോൾ ചെറിയമ്മ പറയണ, ചെറുക്കനും പെണ്ണിനും 3 വയസ്സിന്റെ വ്യത്യാസം ഇടും, അതൊക്കെ ആര് ശ്രദ്ധിക്കാനാ, ആരും ഇപ്പം അതൊന്നും നോക്കാറില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, ഞങ്ങൾ നോക്കും. അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ ഒന്നും മിണ്ടാതിരിക്കൂ. ജയന്തിയുടെ അച്ഛൻ ചോദിക്കുന്നു, വരുന്ന വെള്ളി
വെള്ളിയാഴ്ച നല്ല ദിവസമാ, അന്ന് നിശ്ചയം നടത്താവാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണോ? വിവാഹ നിശ്ചയമോന്ന് നികേഷ് ചോദിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. ദാസപ്പൻ ചോദിക്കുന്നു, ഭാസ്കരേട്ടാ വരുന്ന വെള്ളിയാഴ്ച നിശ്ചയം നടത്തിയാലോ? അപ്പൊ ഭാസ്കരൻ പറയണ, എല്ലാം എന്നോട് ചോദിച്ചിട്ടല്ലേ ഇവിടെ നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. എന്താ ഇതെന്ന് ദാസപ്പൻ പറയുമ്പോൾ സുഭാഷ് പറയണ, അച്ഛന്റെ സ്വഭാവം അങ്ങനെ, നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ. ഇത് കേട്ട് ജയന്തിയുടെ അച്ഛൻ പറയുന്നു, സാറുടെ സുഭാഷെ, ഞങ്ങൾക്ക് മനസ്സിലാകും, വെള്ളിയാഴ്ച നിശ്ചയം നടത്തിയാലോ? ഇത് കേട്ട് എല്ലാവരും എന്ന് നോക്കിയിട്ട് സുഭാഷ് പറയണ, വരുന്ന വെള്ളിയാഴ്ചയല്ലേ, ശരി നിശ്ചയം നടത്താം. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും നിധിയും. ജയന്തിയുടെ അച്ഛൻ പറയുന്നു, മുഹൂർത്തം നോക്കിയിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്ന് പറഞ്ഞ് ജയന്തിയും അച്ഛനും അമ്മയും ചെറിയമ്മയും എല്ലാം അവിടെ നിന്ന് പോവുകയാണ്. ബ്രോക്കറുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ ഒപ്പം പോവുകയാണ് സുഭാഷും. സുധീഷും നിധിയും ഹരീഷും നികേഷും എല്ലാം വിഷമത്തോടു കൂടി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്